പരാതിയിലേക്ക് കേരളത്തിന്റെ മാധ്യമശ്രദ്ധ മൊത്തം പോകുമ്പോഴേക്കും ഒരു കൗണ്ടർ പരാതിയാണെന്ന് മനസ്സിലാക്കാൻ പഴൂർ പടിപ്പരയ്ക്ക് പോകേണ്ട കാര്യമില്ല. മാത്രമല്ല, ഫാത്തിമ തഹലിയോ മുസ്ലിം ലീഗോ അത്തരത്തിൽ വർഗീയ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ ആദ്യം പരാതി ഉണ്ടാവേണ്ട ആൾ അവിടുത്തെ സ്ഥാനാർത്ഥി ടി പി രാമകൃഷ്ണൻ. ടി പി രാമകൃഷ്ണൻ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഇല്ല, ഫാത്തിമ തഹലി അങ്ങനെ നടത്തുന്നില്ല എന്നാണ് ടി പി രാമകൃഷ്ണൻ. ഇതൊന്നുമല്ല പ്രതി. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ വർഗീയത പച്ചയ്ക്ക് പറഞ്ഞെങ്കിൽ ഇത് പരോക്ഷമായി വേറൊരർത്ഥത്തിൽ റോഡിൽ മൈക്കെട്ടി കൂകുന്ന പണിയാണ് നമ്മൾ വടകരയിൽ കണ്ടത്. അത് കൃത്യം പ്ലാൻഡ് പണിയാണ്. കാരണം എന്താണ്, ഏതെങ്കിലും തരത്തിൽ ഒരാൾ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ടങ് സ്ലിപ്പിൽ നാക്കുപിഴയിൽ ഉണ്ടാവുന്നതല്ല, അത് റെക്കോർഡാണ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൽ സ്ക്രിപ്റ്റ് എഴുതി അത് പ്രൂഫ് റീഡ് ചെയ്ത് അതൊരു സ്റ്റുഡിയോയിൽ പോയി ഓഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പെൻഡ്രൈവിലായി കൊടുത്തതാണ്. ഒരു വണ്ടിയിലല്ല, 40 മണ്ഡലങ്ങളോട് 40ഓളം വണ്ടികളിൽ അത് കൊടുത്തു എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അതിന് ക്ലാരിഫിക്കേഷൻ വരട്ടെ. 1-ാം നമ്പർ പ്ലാന്റ് പണിയാണ്. ഇതുപോലൊരു പ്ലാന്റ് പണി നേരത്തെ ഗോപിച്ചേട്ടൻ പറഞ്ഞു. വടകരയിൽ കണ്ട കാഫർ സ്ക്രീൻഷോട്ട് മുമ്പ് തന്നെ ഷാഫി പറമ്പിൽ അവിടെ ഇറങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ പണി അവിടെ തുടങ്ങിയതാണ്. എന്തായിരുന്നു പണി? ഷാഫി പറമ്പിൽ തളി ക്ഷേത്രത്തിൽ പോയപ്പോഴേക്കും അവിടെ ഈ തീർത്ഥവെള്ളം കൊടുത്തു, അത് കുടിച്ചു. തീർത്ഥവെള്ളം കുടിച്ച ഷാഫി പറമ്പിൽ യഥാർത്ഥ ദീനിയായ വിശ്വാസിയല്ല, ദീനിയായ മുസ്ലിം അല്ല എന്നാണ് കൂട്ടർ ആദ്യം പറഞ്ഞുണ്ടാക്കിയത്. അത് വർക്കൗട്ട് ആവുന്നില്ല. ഷാഫി പറമ്പിലെ വലിയ മുന്നേറ്റം കണ്ടു. അപ്പോൾ ഇറക്കിയ അറ്റ കൈയാണ് ഈ പറഞ്ഞ കാഫർ സ്ക്രീൻഷോട്ട്. അന്വേഷണം ഉണ്ടായി ഇന്ന് ആ കാഫർ സ്ക്രീൻഷോട്ടിലെ അന്വേഷണം അവസാന ദിവസം കൂടിയാണ് കേട്ടോ. അന്വേഷണം എത്തി നിന്നത് അവിടുത്തെ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് റിബേഷ് രാമകൃഷ്ണൻ. റിബേഷോട് പോലീസ് ചോദിച്ചു, റിബേഷ് നിനക്ക് എവിടെ നിന്ന് അത് കിട്ടിയത്? റിബേഷ് പറയാൻ സൗകര്യമില്ല. റിബേഷിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. റിബേഷിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതിന് മുമ്പ് പോലീസ് അന്വേഷണം അവസാനിക്കും. എന്താ കാരണം? അത് പുറത്തു വന്നാൽ റിബേഷിന്റെ പിന്നിലുള്ള ഈ പറയുന്ന ദുഷ്ടബുദ്ധിയുടെ തലച്ചോറ് ആരാണെന്ന് കേരളം അറിയും. അതല്ലാതെ തന്നെ കേരളത്തിന് മനസ്സിലാവുന്നുണ്ട് ഏത് രീതിയിലാണ് അവിടെ ഉണ്ടാവുന്നത്. അതിന്റെ ആദ്യത്തെ ഗുണം എന്താ പറഞ്ഞ അവിടെ ഷാഫി പറമ്പിലിന് വടകരയിൽ മുല്ലപ്പള്ളിക്കോ കെ മുരളീധരനോ കിട്ടുന്നതിനേക്കാൾ മാരകമായ ഭൂരിപക്ഷം ഉണ്ടായി. ഞാൻ വടകരയെ മതം പറഞ്ഞ ഡെമോഗ്രഫി പറയുന്നില്ല. ആ കണക്കെടുത്ത് നോക്കൂ. വളരെ ഷാർപ്പായി കൃത്യം മനസ്സിലാക്കും അവിടുത്തെ ആളുകൾ വോട്ട് ചെയ്തത് ഈ പറയുന്ന വർഗീയത പറഞ്ഞ അല്ലെങ്കിൽ ജാതിയോ മതം നോക്കിയോ അല്ല, രാഷ്ട്രീയമായി വോട്ടുള്ളതുകൊണ്ട് മാത്രം അത്രയും മാരകമായ ഭൂരിപക്ഷം ഉണ്ടായത്. ഇനി അതേ പണി തന്നെയാണ് പേരാമ്പ്ര നടക്കാൻ പോകുന്നതിന് ഉണ്ടാകാൻ പോകുന്ന പ്രോ ഫാത്തിമ തഹലിയാണ്. നോക്കൂ പ്രജിൻ, ഇവിടെ ടി പി രാമകൃഷ്ണൻ പ്രായം 79 വയസ്സാണ്. ഫാത്തിമ തഹലിക്ക് പ്രായം 29 വയസ്സാണ്. അത്രയും എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രായത്തിൽ പകുതി പോലും പ്രായമില്ലാത്ത ഒരാളോട് LDF-ന്റെ CPM-ന്റെ ഉറച്ച കോട്ടയിൽ TP-യെ പോലെ അധികാരം ഒരു നേതാവിന് ജയിക്കണമെങ്കിൽ ഇമാതിരി നാറിയ പണിയൊക്കെ കാണിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ കഷ്ടമെന്നേ പറയാനുള്ളൂ. അധമ പണിയാണ്, നാടിനെ കുട്ടിച്ചോറാക്കുന്ന വൃത്തികെട്ട പണിയാണ് എന്നേ പറയാം.